ഭക്ഷ്യവിഷബാധയുണ്ടായ എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലെ PTA പ്രസിഡന്റ് PT സുശാന്തിന് നേരെ ആക്രമണം. സ്കൂളിലെത്തിയ നെല്ലുവായ് മുണ്ടൻകോട് സ്വദേശി പ്രമോദാണ് ആക്രമണം നടത്തിയത്. ഇയാൾ മദ്യപിച്ചിരുന്നതായി സുശാന്തും PTA കമ്മിറ്റി അംഗങ്ങളും പറഞ്ഞു. തിങ്കളാഴ്ച രാവിലെ 10:30ഓടെയായിരുന്നു സംഭവം. സ്കൂളിലെ കിണർ വെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് കിണർ ശുചീകരണം നടത്തുവാൻ സ്കൂളിൽ PTA അംഗങ്ങളോടൊപ്പം നിൽക്കുകയായിരുന്നു സുശാന്ത്. ഈ സമയം സ്കൂൾ കോമ്പൗണ്ടിലെത്തിയ പ്രമോദ് സുശാന്തിനെ അസഭ്യം പറയുകയും മർദ്ദിക്കുകയും കയ്യിലിരുന്ന സ്റ്റീൽ വള ഉപയോഗിച്ച് മുഖത്ത് ഇടിക്കുകയും ചെയ്തു. പ്രമോദിന്റെ കുട്ടി ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. കുട്ടിയും ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്നു. ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണം PTA പ്രസിഡന്റാണെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. അതേസമയം സുശാന്തിന്റെ കുട്ടിയും ഭക്ഷ്യവിഷബാധയേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇതിനിടയിലും ശുചീകരണത്തിനും മറ്റും പ്രവർത്തനങ്ങൾക്കുമായി സുശാന്ത് മുഴുവൻ സമയവും സ്കൂളിലുണ്ടായിരുന്നു. പരിക്ക് പറ്റിയ സുശാന്ത് എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി. PTA ആണ് അവിടെ ഉണ്ടായ ഈ ദുരന്തത്തിന്റെ ഭക്ഷ്യവിഷബാധയുടെ കാരണം PTA ആണ് എന്ന് പറഞ്ഞിട്ടാണ് ആക്രമിച്ചത്. ഇതിനു മുന്നേ തന്നെ ഈ ഇതുണ്ടായ സമയത്ത് എന്നെ ഫോൺ വിളിച്ച് അനാവശ്യം വിളിക്കുകയും എന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇത് നമ്മളാരും ഇതല്ല, ഞങ്ങളുടെ കുട്ടികൾ ഉൾപ്പെടെ ഈ ഇതിന്റെ ഭാഗമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു പറഞ്ഞു. ഇപ്പൊ ഇങ്ങനെ ഒരു പ്രകോപനം ഇല്ലാതെ വന്നിട്ട് ആക്രമിക്കാനുണ്ടായത്. എന്റെ മുഖത്താണ് വള കൊണ്ടിടിച്ചത്. എരുമപ്പെട്ടി പോലീസിൽ സുശാന്ത് പരാതി നൽകിയിട്ടുണ്ട്. സ്കൂൾ കോമ്പൗണ്ടിൽ കയറി PTA പ്രസിഡന്റിനെ ആക്രമിച്ച സംഭവത്തിൽ PTA അംഗങ്ങൾ പ്രതിഷേധം അറിയിച്ചു. ശക്തമായ നിയമ നടപടിയുണ്ടാകണമെന്ന് SMC ചെയർമാൻ AU മനാഫ് ആവശ്യപ്പെട്ടു. ഇന്ന് രാവിലെ ഏകദേശം 10 മണി ആകുന്ന സമയത്ത് ഞങ്ങൾ ഹെൽത്തിൻ്റെ ഭാഗത്തു നിന്ന് ക്ലോറിനേഷൻ സ്കൂളിലേക്ക് വരുന്നതെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും PTA അംഗങ്ങളും സുശാന്തും PTA പ്രസിഡന്റ് സുശാന്തും സ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന് നിൽക്കുന്ന സമയത്ത് ഓട്ടോറിക്ഷ രക്ഷിതാവ് വന്ന് ഇറങ്ങുകയും സുശാന്തിനെ അസഭ്യം പറയുകയുണ്ടായി. അവനെ കോളറിന് പിടിച്ച് തള്ളി ഒരു വള പോലെ സാധനം കൊണ്ട് ഇടിച്ചു. അപ്പോൾ ഇതിൽ PTA എൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടി സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത്.